ഹോ, ചേട്ടാ കഥ മൊത്തം ടെററാണല്ലോ. ഒരു കഥയാകുമ്പോൾ എല്ലാം വേണ്ടേ? സംഭവം ഇൻട്രസ്റ്റിംഗ് കേട്ടോ. നിങ്ങളെ ആള് കൊള്ളാം. ഒന്നുകൂടെ പറഞ്ഞ്. നിങ്ങളെ ആള് കൊള്ളാന്ന്. അത് കേട്ടാൽ മതി, ബാക്കി വയ്ക്കി. ടോട്ടൽ കഥ എങ്ങനെയുണ്ട് അതാണ് എനിക്കറിയേണ്ടത്. കുറച്ച് വയലൻസ് കൂടുതലാണ്. കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എത്ര കാണാൻ കിടക്കണം? സംഭവം ഇഷ്ടമായില്ലേ? കൊള്ളാം, ബാക്കി വായിക്കട്ടെ. മനുവിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള മുഖങ്ങളെ കഥാപാത്രങ്ങളായി സങ്കല്പിക്കാട്ടോ. പക്ഷെ ഇപ്പം കണ്ട തമ്പുരാൻ്റെ മുഖം എനിക്ക് വേണ്ട. പുള്ളി വെറും മയനാണെന്ന് കഥ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇനി ആയിരിക്കുമല്ലേ നായകനൊക്കെ വരുന്നത്. എന്നാ പിന്നെ അവിടെ തന്നെ ഞാൻ പറയാം. ഇപ്പം കണ്ട തമ്പുരാൻ്റെ എജ്ജായി സൈക്കോ. ഹോ, ക്രൈം ത്രില്ലർ അല്ലേ? കണ്ടിന്യൂ. സ്വാമി, ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ തലമുറ തീരുകയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. എനിക്കൊരു ആൺകുഞ്ഞു വേണം. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. 4 വിവാഹം കഴിച്ച ആളാണ് ഞാൻ. 4 ഉണ്ടായത് പെൺകുഞ്ഞുങ്ങൾ മാത്രം. കൊന്നതല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല എനിക്ക്. പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് സ്വാമി പറഞ്ഞാൽ മതി. അതിന് സ്വാമിക്ക് വേണ്ടത് എന്തും ഞാൻ ചെയ്യും. മാർഗമുണ്ട്. തമ്പുരാൻ ഒരു വിവാഹം കൂടി കഴിക്കണം. വെറുതെ ഒരു വിവാഹമാകരുത്. ഞാൻ പറയുന്ന പോലെ ചില അനുഷ്ഠാനങ്ങളോടുകൂടി ആവണം. ഇന്നേക്ക് 7 ദിവസത്തിനകം ഒരു കന്യകയുമായി വേളി നടന്നിരിക്കണം. 7 ദിവസത്തിനകം അങ്ങനെ ഒരാളെ കണ്ടെത്താന്ന് പറഞ്ഞാൽ എത്തും. അങ്ങനെ ഒരു കന്യക തമ്പുരാന്റെ മുന്നിലെത്തും. സ്വാമി പറഞ്ഞത് എന്തും ഞാൻ ചെയ്യാം. എന്നിട്ട് തീർന്നില്ല. ദേവനാരായണൻ ഈ കുങ്കികളെന്ന് കേട്ടിട്ടുണ്ടോ? പേശിബലം കൊണ്ട് കാട് പറപ്പിച്ച ആണുങ്ങളായിരുന്നു കുങ്കികളുടെ ഫലം. ഒരിക്കലൊരു കുങ്കി കാടിറങ്ങി എൻ്റെ മുത്തശ്ശനെ കാണാൻ വന്നു. മൂപ്പരന്ന് പേരുകേട്ട തന്ത്രിയാണ്. മന്ത്രത്തകിടുകളിൽ ആറ്റോത്തില്ലത്തെ 12 രക്തരക്ഷസുകളെ തളച്ചിട്ട വിദ്വാൻ. ഈ കുങ്കി എന്തിനാ എൻ്റെ മുത്തച്ഛനെ കാണാമെന്നറിയാമോ? കുങ്കി തലമുറയിൽ കരുത്തന്മാരായ ആൺസന്തതികൾ ഉണ്ടാവാൻ. കുങ്കികൾക്കായി മരുന്ന് കണ്ടെത്താൻ താളിയോലകളിൽ ദിവസങ്ങളോളം തലകുമ്പിട്ടിരുന്ന മുത്തശ്ശൻ 12 നാളുകൾ കഴിഞ്ഞാണ് പുറത്തു വന്നത്. മുത്തശ്ശൻ കണ്ടെത്തിയ ആ കൂട്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. പറയൂ, എന്താ? ലേശം ബുദ്ധിമുട്ടുള്ള കാര്യ. പൂർണ്ണ ഗർഭിണിയായ കാട്ടാനയെ കൊന്ന് ഗർഭപാത്രം പുറത്തെടുത്ത് മറുപിള്ളയും കുഞ്ഞിനെയും അറുത്തുമാറ്റി ഗർഭപാത്രം 12 നാൾ എരിവേലി സൂര്യന് താഴെ ഊരക്കിടണം. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കും മുമ്പ് കരിവേലി പന്തങ്ങൾ ഗർഭപാത്രത്തിന് ചുറ്റും കത്തിജ്വലിച്ച് നിൽക്കണം. അങ്ങനെ 12 ദിവസം. 12ാം നാൾ ആ ഗർഭപാത്രം ഭസ്മമായിട്ടുണ്ടാവും. ആ ഭസ്മമാണ് നമുക്ക് വേണ്ടത്. ആ ഭസ്മം എങ്ങനെ കിട്ടും? വഴിയുണ്ട്. കുങ്കികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതിലൊരുവൻ ആ ഭസ്മവുമായി കാടിറങ്ങി വരും. ഭസ്മം കിട്ടിയിട്ട് പെൺകുട്ടിയെ ജലശുദ്ധി വരുത്തി ഈറനണിഞ്ഞ വസ്ത്രത്തോടുകൂടി പൂജാപീഠത്തിലിരുത്തുക. മന്ത്രങ്ങൾ ഒരുപാടുണ്ടാവും. അതൊരു തന്ത്രിയല്ല, മറിച്ച് വേഴ്ചയിൽ ഏർപ്പെടേണ്ട ആൾ തന്നെയാകണം അത് ചൊല്ലേണ്ടത്. 14 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പൂജ. അത് കഴിഞ്ഞ് അവളുമായി വേഴ്ചയിൽ ഏർപ്പെട്ടാൽ താങ്കൾക്കൊരു പുത്രൻ ജനിക്കും. കണിശാണ്. തന്ത്രവിധികൾ തെറ്റാറില്ല. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഇനി ഒന്നും നോക്കാനില്ല. ആ ഭസ്മം എന്ത് വില കൊടുത്തും നമുക്കിവിടെ എത്തിക്കണം. എത്തിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞപടി ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ. സ്വാമിജി, എന്താണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത്? വിചാരിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി ഭവിക്കട്ടെ. എന്നിട്ടാവാം. ഇത് ഏതാണ് ഈ പെണ്ണ്? ദേവി തമ്പുരാൻ്റെ സെറ്റപ്പാണ്. ഷേ,
നീ എന്നെ നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? എന്താ ആലോചിക്കുന്നത്? ഇനിയൊരു പരീക്ഷണം കൂടി വയ്യ. സ്വാമി പറഞ്ഞ പോലെ ഒരു കന്യക ഉടനെ തന്നെ കണ്ടെത്തണം. പൂജ തുടങ്ങണം. എനിക്കറിയാവുന്നൊരു പെണ്ണുണ്ട്. അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചു പോയതാ. ചെറിയ പ്രായമാണ്. ആരാ? ഗീത. ഇതാരാണ്? ഇതാണ് നായിക? അതെ, ഗീത. ഈ ഗീതയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള മോൻ കൊടുത്തോട്ടെ. അതിനെന്താ, താൻ കൊടുക്കടോ. ഞാൻ കീഴ്ശ്ശേരി മനയിലെ ദേവനാരായണൻ തമ്പുരാൻ. നിങ്ങളുടെ മകളെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ. അവളെ മംഗലം കഴിക്കാൻ ആഗ്രഹമുണ്ട്. വിരോധമില്ലെങ്കിൽ നടത്തി തരണം. ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത് വിരോധം തമ്പുരാൻ? ഇതൊക്കെ ഈ ജന്മത്തിൽ കിട്ടുന്ന സൗഭാഗ്യമല്ലേ? മകളോട് സമ്മതം ചോദിക്കൂ. എന്തിനാണ് തമ്പുരാൻ സമ്മതമൊക്കെ? മുല കുടിക്കുന്ന പ്രായത്തിൽ ഞാൻ അവിടെ നോക്കാൻ തുടങ്ങിയതാ. തന്തയും തള്ളിയും അതിൻ്റെ തലവട്ടം കണ്ടപ്പോൾ തന്നെ പോയി. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നാളെ തന്നെ കെട്ട് നടത്താം.